Hi, 1500-2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ എന്നോട് ഒരു ഹാഫ് ഇൻ ഇയർ TWS ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതുവരെയ്ക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുള്ള എല്ലാ ഹാഫ് ഇൻ ഇയർ പ്രൊഡക്റ്റുകൾക്കും ചെറിയ അവിടെയൊക്കെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്തായാലും ഇന്നും ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോയ്സിന്റെ ബഡ്സ് VS202. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ ഈ ഒരു ബഡ്സ് VS202 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകളെന്ന് മനസ്സിലാകും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോയും കൂടാതെ ഈ ഒരു ഇയർബഡിന്റെ ഫോട്ടോയും ബഡ്സ് VS202 എന്ന് എഴുതിയിട്ടുണ്ട്. ട്രൂലി വയർലെസ് ഇയർഫോൺസ് എന്നും എഴുതിയിട്ടുണ്ട്. വലതുവശത്ത് നോക്കുവാണെങ്കിൽ ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നും ഇടതുവശത്ത് ലിസൺ ടു ദ നോയ്സ് വിത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും പിറകിൽ നോക്കുവാണെങ്കിൽ ബഡ്സ് VS202 13mm ഡ്രൈവർ, ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണെന്നും ഹൈപ്പർ സിങ്ക് ഉണ്ട്, ഇൻസ്റ്റാ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജനുവരി 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3499 രൂപയാണ്. എന്നാൽ ഇപ്പോൾ ഇത് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന രീതിക്ക് 1199 രൂപയ്ക്ക് അവൈലബിൾ ആവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1799 രൂപയ്ക്കായിരിക്കും നോർമൽ റേറ്റിൽ ഇത് കിട്ടുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഇതല്ലാണ്ട് മിൻ ഗ്രീൻ, ചാർക്കോൾ ബ്ലാക്ക്, സ്നോ വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിൽ കൂടി അവൈലബിൾ ആണ്. നോയ്സിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ കഴിഞ്ഞ നമ്മുടെ അൺബോക്സിങ്ങും വാച്ചായിരുന്നു. വാച്ചാണെങ്കിലും ഇനി അതല്ല ഇയർബഡ് ആണെങ്കിലും ഏതാണെങ്കിലും അവരുടെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ബോക്സ് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ സാധിക്കും. കഴിഞ്ഞ നമ്മുടെ പൾസ് ഗ്രാൻഡിലും കണ്ടതുപോലെ നോയ്സ് മേക്കർ അതുപോലെ കുറേ അവരുടെ ലോഗോയും ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. അതല്ലാണ്ട് ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. കൂടാതെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് യുവർ നോയ്സ് ബഡ്സ് VS202 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് എൻ്റെ കൂടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടൈപ്പ് C മിനി കേബിൾ ആണ്. ഇതല്ലാണ്ട് നമുക്ക് ഇയർബഡുകളില്ല. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതൊരു ഹാഫ് ഇൻ ഇയർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്സ് VS202. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളതും യുണീക്ക് ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുന്നത്. മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഡ്യുവൽ ടോണോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോയും കൂടാതെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഏറ്റവും പിറകിൽ നോയ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ പഴയ ലോഗോ. ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് C പോർട്ടും ഉണ്ട്. ഈ ഒരു LED ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇയർബഡുകൾ ചാർജ് ആകുന്ന സമയത്ത് വൈറ്റ് കളറിലുള്ള ഒരു LED ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തി നിൽക്കും. 100% എത്തുമ്പോഴത്തേക്ക് അത് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേസുകൾ ചാർജ് ആകുന്ന സമയത്ത് റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. 100% എത്തുമ്പോഴത്തേക്ക് അത് സ്റ്റഡി ആകും. എന്നാൽ യൂസർ മാനുവലിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇയർബഡുകൾ ചാർജ് ആകുമ്പോഴും റെഡ് ലൈറ്റ് എന്നുള്ളതാണ്. പക്ഷേ അതല്ല ശരി. ഇത് ഞാനിപ്പോൾ കണ്ടത് എന്തായാലും വൈറ്റ് കളറാണ് ഇയർബഡുകൾ ചാർജ് ആകുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല. 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 400 mAh നിന്ന് നമുക്ക് അപ് ടു 24 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. 1.5 മണിക്കൂറാണ് 100% ചാർജ് ആകാനായിട്ട്. കൂടാതെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 2 മണിക്കൂറും ഇതിൽ നിന്നും പ്ലേ ടൈം ലഭ്യമാകും. ഇനി നമ്മൾ ഈ കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്തെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആകും. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം കേസിലൊക്കെ പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഒരു പ്രീമിയം ടച്ച് ഒക്കെ ഉള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇയർബഡുകൾ നമുക്കിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. മാറ്റ് ഫിനിഷ്ഡ് ആണ് ടോട്ടലി. റൈറ്റ് എന്നും ലെഫ്റ്റ് എന്നും ഒക്കെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പറയിലായിട്ട് നോയ്സിന്റെ ലോഗോ ഉണ്ട്. ഇവിടെ നമുക്ക് ടോട്ടലി മാറ്റ് ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊരു 10% അല്ലെങ്കിൽ ഒരു 20% ഭാഗത്ത് ചെറിയൊരു ഗ്ലോസി ഫിനിഷ്ഡ് ഉണ്ട് ഈ ലോഗോയുടെ ഭാഗത്തൊക്കെ ഏറ്റവും പിറകിൽ സ്റ്റെമ്മിന്റെ സ്ഥലത്ത്. ഇയർബഡുകളെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ 3 ഗ്രാം മാത്രമാണ് ഓരോ ഇയർബഡുകളുടെ വെയിറ്റ് എന്ന് ഈ ഒരു യൂസർ ഗൈഡിലുണ്ട്. കൂടാതെ അതുപോലെ തന്നെ 6 മണിക്കൂർ നമ്മൾ 70% പാട്ട് കേൾക്കുകയാണെങ്കിൽ 6 മണിക്കൂർ സിംഗിൾ ചാർജിലും കിട്ടുമെന്ന് പറയുന്നുണ്ട്. കംഫർട്ടിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. വേറെ യാതൊരുവിധ പ്രശ്നവുമില്ല. അത്യാവശ്യം പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. അതിലും വേറെ പ്രശ്നമൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ജോഗിങ്ങിന് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും യൂസ് ചെയ്യുന്നതിലും വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അപ് ടു 30 minutes ആണ് നമുക്ക് ഈ ഒരു ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം കമ്പനി അവകാശപ്പെടുന്നത്. ഇനി ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ
ജസ്റ്റ് ഒരു 1 ടാപ്പ് നമ്മൾ വലതുവശത്ത് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. 1 ടാപ്പിൽ തന്നെയാണ് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റുക. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി വർക്ക് ആവുന്നതാണ്. ടാപ്പ് ചെയ്ത് ഹോൾഡ് വലതുവശത്ത് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ടാപ്പ് ചെയ്ത് ഹോൾഡ് ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. ഇനി ഈ ഒരു ഇയർബഡിന്റെ മറ്റുള്ള സവിശേഷതകൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ട്രൂ ബേസ് ടെക്നോളജി ഉണ്ട്. ട്രൂ ബേസ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ടുള്ള ബേസ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എന്നാലും മ്യൂസിക് ക്വാളിറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് വരാം. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. പിന്നെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 60 ms ലോ ലേറ്റൻസി ഉണ്ട്. 60 ms ലോ ലേറ്റൻസി ആണെങ്കിലും നമ്മൾ PUBG കളിക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെയോ ചെറിയൊരു ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിലേ അല്ല, നമുക്ക് കളിച്ചൊക്കെ അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു 60 ms വർക്കൗട്ട് ആകുക. വീഡിയോസ് ഒന്നും കാണുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഇന്റേണൽ പ്ലെയറിലായാലും നല്ല യൂട്യൂബിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലിപ്സിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട് ഈ ഒരു ഇയർബഡിൽ. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ മൈക്ക് ക്വാളിറ്റി ഇത്തവണ ഞാൻ കാണിക്കുന്നത് പഴയ പോലെ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടല്ല, എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അവനോട് തന്നെ ചോദിക്കും എങ്ങനെയുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെയായിരിക്കും കേൾക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? അല്ലെ, ഞാൻ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോയിസിന്റെ VS202 എന്ന് പറഞ്ഞ പുതിയൊരു ഇയർബഡ് ഉണ്ടേ, അതെന്നാണ്. മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ടോ? കേൾക്കാളിയ, പക്ഷെ ഒരു എക്കോ അണക്കത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എക്കോ അണക്കത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ആണോ എന്ന് അറിയാൻ വയ്യ. കാറ്റ് പോലെയാണോ കേൾക്കുന്നത്? ഒരു വൈബ്രേഷൻ, ഒരു എക്കോ കേൾക്കുമല്ലോ ബാക്ക്ഗ്രൗണ്ടില്, മുഴക്കം കണക്ക്. പക്ഷെ എന്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ ആ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ എന്തായാലും ഇതൊരു ടെസ്റ്റ് ആയിരുന്നല്ലോ, വീഡിയോയിൽ ഇടാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കേട്ടതാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചിരുന്നത്. അവൻ പറയണത് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ENC ഉണ്ടല്ലോ, എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ എവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണാം. പിന്നെ നല്ല രീതിക്ക് ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു, അതും ചിലപ്പോൾ ഒരു റീസൺ ആകാം ഈ ഒരു എക്കോ പോലെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇനി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഔട്ട്സൈഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻഡോർ ക്വാളിറ്റിയൊക്കെ വെച്ചിട്ട് ഞാനൊരു മൈക്ക് ക്വാളിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഗെയിം കളിക്കുന്ന രീതിക്കും കൂടെയൊക്കെ അതും കൂടെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാവും. അതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് SBC അതുപോലെ തന്നെ AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ട് കേട്ടാൽ പോലും അങ്ങനെ വലിയ പതർച്ചയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ ചില പാട്ടുകൾ കേട്ടപ്പോഴത്തേക്ക് പതർച്ചയില്ല എന്നാൽ പോലും ചെറിയൊരു ക്വാളിറ്റി ലോസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു 70 അല്ലെങ്കിൽ 80% ആണ് നമുക്കിതിൽ സേഫ് സോൺ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പാട്ടുകൾ കേൾക്കാൻ വേണ്ടി 100%ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ബേസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഹാഫ് ഇൻ ഇയർ മോഡൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബേസ് പ്രതീക്ഷിക്കരുത്. ഇൻ ഇയർ മോഡൽസിൽ കിട്ടുന്ന പോലെ നമുക്ക് ഒരിക്കലും ഈ ഒരു ഹാഫ് ഇൻ ഇയറിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹാഫ് ഇൻ ഇയർ വാങ്ങിക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനിൽ വാങ്ങിച്ചാൽ മതി. കാരണം ഉറപ്പായിട്ടും ഇതിനകത്ത് ബേസ് ഭയങ്കര രീതിയിൽ ഇൻ ഇയർ പോലെ കിട്ടുന്ന പോലെ കിട്ടില്ല. പക്ഷേ ബേസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ബഡ്സ് VS202 ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇതുപോലൊരു ക്വാളിറ്റി എനിക്ക് കിട്ടുമെന്നുള്ളത്. കാരണം ബഡ്സ് ഈ ഒരു എയർബഡ്സ് മിനിയും കൂടാതെ ബഡ്സ് VS102 ഒക്കെ ഞാൻ അൺബോക്സ് ചെയ്ത സമയത്ത് എനിക്ക് അതിൽ നിന്നും കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഔട്ട്പുട്ട് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ഒരു നോയിസിൻ്റെ ഇയർബഡുകൾ കുറേ നാളായിട്ട് വാങ്ങിക്കാണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ബഡ്സ് VS202 എന്ന് പറയുന്നത് കുറേ നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്കൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്തതാണ്. എന്തായാലും ആ ഒരു റിസ്ക് എടുത്തത് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല പ്രോഡക്റ്റ് ആണ്. എന്തായാലും ഈ ഒരു നോയിസിൻ്റെ ബഡ്സ് VS202 ആർക്ക് വർത്ത് ബൈയിങ് ആകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ ഹാഫ് ഇൻ ഇയർ നോക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് മതി. നമ്മുടെ ഈ ഔട്ട്സൈഡിലുള്ള നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരും ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല. കംഫർട്ടിൻ്റെ കാര്യത്തിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് അല്ല, അത് ഞാൻ വീണ്ടും പറയുന്നത് ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് മാത്രമാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വീഡിയോസ് കാണാനാണെങ്കിലും മ്യൂസിക് കേൾക്കാനാണെങ്കിലും ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ടല്ലോ, ആ ഒരു മൈക്ക് ക്വാളിറ്റിയൊക്കെ മതിയെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാം. 1799 രൂപയ്ക്ക് ഇത് വർത്ത് തന്നെയാണ്. എന്നാൽ 1799 രൂപയ്ക്ക് ഇത് വർത്താണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഉറപ്പായിട്ടും 1500 രൂപയ്ക്കുള്ളിൽ നമുക്കിത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ട് വാങ്ങിച്ചോളൂ. വേറെ ഒരു പ്രശ്നവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബഡ്സ് VS202 കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.